തുടച്ചിടാൻ പറഞ്ഞ അതും ചെയ്യൂല. നമ്മൾ തന്നെ ചെയ്യണം. വണ്ടി കയറി യാത്ര ചെയ്യാൻ മുമ്പിലത്തെ സീറ്റിൽ വന്നിരുന്നോളൂ. ആ ഇത് ഇയ്യോ ചെയ്യണില്ല, ഇവ നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണ്ടേ? അല്ല എന്ത് ഞങ്ങളുടെ പങ്കളുണ്ട് കെട്ടിയെടുക്കുന്നത്? എന്തേ കല്യാണം കഴിഞ്ഞ് 10-21 കൊല്ലായില്ലേ? ഇനി ഓൾക്ക് എന്ത് നോമ്പറപ്പിക്കലോ എന്ത് വിരുന്നു? അത് 21 കൊല്ലം കഴിഞ്ഞ കല്യാണം കഴിച്ചവർക്ക് പിന്നെ പണ്ടുള്ള സാധനല്ലേ? അതിപ്പോ എന്താ മൂക്കാനുള്ള ഇനി മൂത്താ? എന്താ അടുക്കളയിൽ കഷ്ടപ്പെട്ട് എനിക്കാണെങ്കിൽ തലവേദന ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. പെങ്ങള് വന്നിട്ടുണ്ട്, ഓള് പണിയൊന്നും ചെയ്യണില്ല, ഇവൾക്ക് വയ്യാന്ന് പണി ചെയ്യാ. ഓള് ഓളെ പെരീക്കുന്നതാ, അവിടെ പണിയെടുത്ത് ഇടങ്ങാറായിങ്ങാണ്ട്. അല്ലാതെ ഇവിടെ ഒന്ന് പണിയെടുക്കാൻ വന്നല്ലേ ഓള്. അനക്ക് എന്നാ വെജായി മാറല്? ആരെങ്കിലും പെരീക്ക് വിരുന്നാ നന്ന് നോക്ക് വെജ. നാളെ അനുസരിച്ച് വന്നെ കേടുന്ന കടുപ്പിലവിടെ കിടന്നില്ലേടി? ഒരു പണിയെടുക്കാതെ കൂട്ടും കുടുംബൊക്കെ ഉള്ളോല് അങ്ങനെ ആവും. എന്റെ അവിടുത്തെ മാതിരി അല്ല, ഞങ്ങക്ക് കൂട്ടും കുടുംബം. കാര്യം ചെയ്യും. ഏതായാലും ഇവിടെ പെണ്ണുങ്ങൾ മാത്രം, ഞാനല്ല ഇപ്പൊ ഇവിടെ ആണായിട്ട്. പെണ്ണുങ്ങൾ എല്ലാരും ഓരോ ബെഡിലും സോഫയിലും ഒക്കെ പോയി കിടന്നോളി. ഞാൻ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളാം. അതാവുമ്പോ എങ്ങനെ നമുക്ക് പറ്റുമോ? എനിക്ക് വയ്യാത്തോണ്ട് പറഞ്ഞു, അല്ലാതെ വെച്ചിട്ട് പറഞ്ഞല്ല. കഴിഞ്ഞ ആഴ്ച പോയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ നിങ്ങൾ കെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? കെട്ടിയെടുക്കൊക്കെ പറഞ്ഞ തൊള്ളയിൽ ഞാൻ തിരികൂട്ടാ. ഞാൻ പറഞ്ഞില്ല വേണ്ട, ഓളെ വീട്ടിലേക്കാ വന്നുള്ളു, എന്റെ അവിടേക്കല്ല. ഇജ്ജ് പോണ്ടല്ലോ എന്റെ വീട്ടിലേക്ക്. നോമ്പ് തുറക്കൊക്കെ 2-3 പ്രാവശ്യം ഇപ്പൊ പോയി വരുന്നത്. ഓളെ പെരീക്ക് പോയിട്ട് അവിടെ ആരാ ഉള്ളത്? ആ തള്ളുണ്ട്. അമ്മ ശരിയല്ലട്ടാ ഞാന് കുടുങ്ങാലോ. നിങ്ങളെ വയലാവും മോശമല്ലല്ലോ. ഓളൊന്ന് പറയുമ്പോ നിങ്ങള് 10 പറയും. പിന്നെ ഞാൻ പറയണ്ടേ? ഞാൻ മൈമല്ലേ. നിങ്ങളെ 2 പെണ്ണുങ്ങളും കൂടിയിട്ട് ഓളേനെ വിളിച്ചോളി. കൂടിയിട്ട് എന്തേലും ഉണ്ടാക്കാൻ ഒരു കാര്യം ചോദിച്ചാ, വിലാസിനെ വിളിച്ചാന്. വിലാസിനീനെ എന്നും വിളിച്ചിട്ട് ഇവിടെ പലഹാരം ഉണ്ടാക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു എന്തേലും ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? പറയണ്ട, ഞാൻ ആ വിലാസിനെ വിളിച്ച നേരം വിതാരാവണത്. നാളെ മുതൽ നോമ്പ് തുറക്കിയ ഒരു സാധനം, ഭക്ഷണത്തിന്റെ സാധനം ഞാൻ ഇവിടെ കൊണ്ടുവരില്ല. ഒരു അരി ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ പട്ടിണി ഇരിക്കും. നോമ്പ് തുറക്കണ്ട. അല്ലജ്ജ് ഹോട്ടലിൽ പോയി കണ്ടൊരു കുറച്ച് പൊറാട്ടി ഇതൊക്കെ തന്നെ പറയുന്നത്. എല്ലാ വീട്ടിലും തന്നെ ഹോട്ടലിൽ പോയിട്ട് പലഹാരം പൊറാട്ടയും വാങ്ങിക്കൊണ്ടുവരും. വീട്ടില് പെണ്ണുങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ? ഞാനും ഹെൽപ്പ് ചെയ്യാ പറഞ്ഞല്ലേ. ഇതവിടെ കിടന്നോട്ടാണ്ട് നടന്നോടി. ഞങ്ങള് വാ. വല്ലാത്തൊരു മനക്കം തന്നെയാണ് ഇച്ചിങ്ങളെ കൊണ്ട് മനസ്സിന്.